കഴിഞ്ഞ പ്രാവശ്യം ഉസ്താദിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എത്തിയിരുന്നു മർക്കസിൽ. ആ പരിപാടി കഴിഞ്ഞ ശേഷം ഞാൻ മർക്കസിൽ പോയി വിദ്യാർത്ഥികളുമായിട്ട് സംവദിച്ചു ഒരു 2 മണിക്കൂർ. എനിക്ക് അത്ഭുതം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാല് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ, അതിലൊരു 20-25ഓളം കാശ്മീരിൽ വന്ന കുട്ടികളുമായിട്ട് ഞാൻ സംവദിച്ചു. എനിക്കറിയാം ഉസ്താദിന്റെ കാശ്മീർ യാത്രയിൽ ഭീകരവാദത്തിൽ അനാഥമാക്കപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങളെ ഉസ്താദ് ചേർത്ത് നിർത്തി അവരെ വിദ്യാഭ്യാസത്തിന്റെ പടച്ചട്ടയണിയിച്ച് സമൂഹത്തിലെ പ്രോജ്വലരായിട്ടുള്ള അണികളായി വിളക്കി ചേർത്തിട്ടുണ്ട് എന്ന്. അതില് വസീം അക്രം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സലിയിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമക്കുറിപ്പ് പോലും എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. തീവ്രവാദത്തിൽ നിന്നും, അരാജകത്തിൽ നിന്നും, ഭരണകൂട ഭീകരതയിൽ നിന്നും ഒരു യുവതലമുറയെ മോചിപ്പിക്കാൻ വേണ്ടി ഉസ്താദിനെ പോലുള്ള ആൾക്കാർ പ്രദാനം ചെയ്യുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം ശ്രേഷ്ഠമാണെന്നും ഇത് മാതൃകയാണെന്നും ആ വസീം അക്രം എന്നുള്ള ആ ചെറുപ്പക്കാരൻ എഴുതി വെച്ചു. വിവേകാനന്ദ സ്വാമി കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഈ നാടിനെ വിശേഷിപ്പിച്ചത് ഭ്രാന്താലയമെന്നാണ്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് സാഹോദര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിളക്കുമാടമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ ആ ദീപത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങളിലും എന്നിലും നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉസ്താദിന്റെ ഈ കേരള യാത്ര എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ മഹാറാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഉസ്താദിന്റെ ദീപ്തമായിട്ടുള്ള ഈ യാത്ര കേരള സമൂഹത്തെ സ്ഫുടം ചെയ്തെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.